കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്ക് അൻസിബ ടിനി ടോമിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തനിക്കെതിരെ ഭയങ്കര മോശമുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമാണ് അമ്മയിലുണ്ടെങ്കിൽ തനിക്കെതിരെ ടിനി ടോം പറഞ്ഞുകൊണ്ടിരുന്നതെന്നായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അൻസിബയ്ക്ക് വേറൊരു ബന്ധമുണ്ട് പല ആക്ടേഴ്സുമായിട്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഇതേ കണക്ക് കേസൊക്കെ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ശാന്തിയോടെ ഇതിനെ റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് പിന്നെ നാണം വലിയ ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ പറയും. ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇതേ കണക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോ ഇനി എവനുണ്ടെങ്കിൽ സംസാരിക്കുന്ന എവൻ ഭയങ്കര മാന്യനാണെങ്കിൽ നമുക്കത് പറയുന്നതെങ്കിലും കേൾക്കാം. പക്ഷേ അവനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, ഞാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ലെന്നുള്ള രീതിയിലായിരുന്നു ശാന്തി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ കൊണ്ടുണ്ടെങ്കിൽ കേസ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇത് പ്രോഗ്രസ് ആയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാവരും ചോദ്യം ചോദിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതോടെ തന്നെ അൻസിബ ഉണ്ടെങ്കിൽ ഇത് കണക്ക് വന്ന് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ ഉണ്ടെങ്കിൽ വേണ്ട നടപടി എടുക്കണമെന്നുള്ള രീതിയിലൊക്കെ ഓരോരോ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും എടുത്തിട്ടില്ലായിരുന്നു, അത് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അൻസിബ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെളിയിലുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിരുന്നത്.